ശ്രീകൃഷ്ണ ഭഗവാന്റെ ജീവിതത്തിലൂടെയുള്ള യാത്ര. ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ച് വേടന്റെ അമ്പേറ്റ് മരിക്കുന്നത് വരെയുള്ള കഥകളാണ് ഇപ്പോൾ എപ്പിസോഡ് രൂപത്തിൽ നമ്മൾ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മളൊരു 3 എപ്പിസോഡ് അപ്ലോഡ് ചെയ്തു വെച്ചിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് തിരിച്ചു വരാവുന്നതാണ്. അപ്പോൾ തൊട്ടു മുമ്പിലുള്ള എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് പൂതന എന്ന രാക്ഷസിയെ ഭഗവാൻ വധിക്കുകയാണ്. ആ രാക്ഷസിക്ക് മോക്ഷം ലഭിക്കുന്നു, അമ്മയുടെ സ്ഥാനം. ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഭഗവാൻ നന്ദ മഹാരാജാവിന്റെയും യശോദാദേവിയുടെയും മകനായിട്ട് വ്രജഭൂമിയിൽ വളരെ സസുഖം സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം പൂതനയുടെ മരണവിവരം അറിഞ്ഞ കംസൻ വളരെയധികം രോക്ഷാകുലനായിട്ട് തന്റെ ചങ്ങാതിയായ ശകടാസുരനെ വിളിച്ചു വരുത്തുകയാണ്. അങ്ങനെ ശകടാസുരനോട് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ച് ശകടാസുരൻ കണ്ണനെ വധിക്കുക എന്നുള്ള ഒരു ദൗത്യം ഏറ്റെടുക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ശ്രീകൃഷ്ണ ഭഗവാന്റെ 1ാം പിറന്നാൾ ആഘോഷം, ശ്രീകൃഷ്ണ ജന്മാഷ്ടമി വൃന്ദാവനത്തിൽ വളരെയധികം ആഘോഷപൂർണമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഗോപന്മാരും ഗോപികമാരും ശ്രേഷ്ഠന്മാരെന്നു വേണ്ട വൃന്ദാവനത്തിലെ എല്ലാ ജനങ്ങളും ഒന്നടങ്കം നന്ദഗൃഹത്തിൽ ഒത്തുചേർന്നു. വൃന്ദാവനത്തിൽ നിന്ന് വേദമന്ത്രങ്ങൾ മുഴങ്ങിക്കേട്ടു. നൃത്തം, സംഗീതം എന്നുവേണ്ട അത്യാഘോഷപൂർണമായിട്ട് വൃന്ദാവനവാസികൾ കൃഷ്ണന്റെ ജന്മാഷ്ടമി ആഘോഷിച്ചുകൊണ്ടിരുന്നു. ഉണ്ണിക്കണ്ണന്റെ പിറന്നാളായതിനാൽ അതേ ദിവസം നന്ദഗൃഹത്തിൽ വെച്ച് നടത്തിയിരുന്ന ഉത്ഥാന കർമ്മത്തിൽ മുഴുകിപ്പോയിരിക്കുകയായിരുന്നു യശോദ. ഉത്ഥാന കർമ്മം എന്നത് ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം ആദ്യമായി എഴുന്നേറ്റ് നിൽക്കാനും നടക്കുവാനുമെല്ലാം അനുവദിക്കുന്നതിന്റെ ഭാഗമായി ഹിന്ദു ആചാരപ്രകാരം പണ്ടെല്ലാം നടന്നു വന്നിരുന്ന ഒരു ചടങ്ങായിരുന്നു. ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് അതിനായി ഉണ്ണിക്കണ്ണനെ കുളിപ്പിച്ചൊരുക്കി വേദമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരുടെ മുമ്പിലായി വന്നിരുന്നു. ഇതിനിടയ്ക്ക് കണ്ണൻ ഉറക്കം തൂങ്ങുന്നതായി ശ്രദ്ധയിൽപ്പെട്ട യശോദ കൃഷ്ണനെ എടുത്തുകൊണ്ട് ഒരു കിടക്കയിൽ കിടത്തി. ഒരു ചാടിന്റെ താഴെയായിരുന്നു ആ കിടക്ക സ്ഥാപിച്ചിരുന്നത്. ചാടെന്ന് പറഞ്ഞാൽ ഒരു ഉന്തുവണ്ടിയുടെ താഴെയായിരുന്നു ആ കിടക്ക സ്ഥാപിച്ചിരുന്നത്. ഇതേ സമയം വൃന്ദാവനത്തിൽ ഒത്തുകൂടിയിരുന്ന എല്ലാ ബന്ധുജനങ്ങളെയും ബ്രാഹ്മണന്മാരെയും സൽക്കരിക്കുന്ന തിരക്കിൽപ്പെട്ടുകൊണ്ട് യശോദ കണ്ണനെ കുറിച്ച് മറന്നുപോയി. വിശപ്പ് കൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃഷ്ണൻ ദേഷ്യപൂർവ്വം കൈകാലുകൾ അടിച്ചു തുടങ്ങി. ഈ സമയം തക്കം പാർത്തിരുന്ന കംസന്റെ ചങ്ങാതിയായിട്ടുള്ള ശകടാസുരൻ ഈ വണ്ടിയിലേക്ക് പ്രവേശിക്കുകയാണ്. കൃഷ്ണനെ വധിക്കുക എന്നുള്ള ഏക ലക്ഷ്യവുമായിട്ടാണ് ശകടാസുരൻ ഈ വണ്ടിയിൽ അജ്ഞാതമായിട്ട് പ്രവേശിക്കുകയാണ്. ഈ ശകടം കൃഷ്ണന്റെ ദേഹത്ത് വീഴ്ത്തി ഉണ്ണിക്കണ്ണനെ വധിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. പക്ഷെ താഴെ കിടന്ന് കളിക്കുന്നത് ഭഗവാനാണെന്നുള്ള ഒരു ധാരണയും കംസനോ ശകടാസുരനോ ഇല്ല. ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ തൃപ്പാദം കൊണ്ട് ശകടത്തിന്റെ ചക്രത്തിൽ ചവിട്ടുകയും അതിന്റെ ചക്രങ്ങൾ വേർപെട്ട് ശകടം ഉയർന്ന് താഴെ വീണ് തരിപ്പണമാവുകയും ആണ് ഉണ്ടായത്. ഈ ഒരു വീഴ്ചയിൽ, ഈ ഒരു തകർച്ചയിൽ ഈ അസുരൻ തക്ഷണം മരിക്കുകയാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ കൈകൊണ്ടു മരിച്ച ശകടാസുരന് മോക്ഷവും ലഭിച്ചു. പൂതനയ്ക്ക് ലഭിച്ച പോലെ തന്നെ സർവേശ്വരന്റെ കൈകൾ കൊണ്ട് മരിച്ചതിനാൽ അദ്ദേഹത്തിന് മോക്ഷം ലഭിച്ചു. ഈ ശകടാസുരൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജന്മത്തിൽ ഹിരണ്യാക്ഷൻ എന്ന് പറയുന്ന നീചനായിട്ടുള്ള ഒരു അസുരന്റെ പുത്രനായിരുന്നു. ആ അസുരന്റെ പേര് ഉത്കജൻ. ശകടാസുരന്റെ പൂർവ്വജന്മത്തിലെ പേര് ഉത്കജൻ എന്നായിരുന്നു. അപ്പൊ അദ്ദേഹം എങ്ങനെ ശകടാസുരനായി എന്നുള്ള കഥ ചെറിയൊരു രൂപത്തിൽ ഞാനോട് അവതരിപ്പിക്കാം. ഈ ശകടാസുരൻ എന്ന് പറയുന്നത് തന്റെ അച്ഛനെ പോലെ തന്നെ അതിശക്തനും ഭീമാകരമായിട്ടുള്ള രൂപമുള്ള ഒരു രാക്ഷസനായിരുന്നു. അദ്ദേഹം തന്റെ ശക്തി തെളിയിക്കുക എന്ന ഉദ്യമത്തോടു കൂടി ലോമസ മഹർഷിയുടെ ആശ്രമ പരിസരത്തുള്ള എല്ലാ വൃക്ഷങ്ങളെയും പറിച്ചെറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങി. ഈ ലോമസ മഹർഷി എന്ന് പറയുന്ന ആ ഒരു പണ്ഡിതന്റെ, മുനിശ്രേഷ്ഠന്റെ ശക്തിയെക്കുറിച്ചോ അതിന്റെ അഗാധതയെക്കുറിച്ചോ ഒന്നും ഉത്കജന് അറിവില്ലായിരുന്നു. അവന്റെ ഈ കർമ്മങ്ങളിൽ സൈ കെട്ടുകൊണ്ട് ലോമസ മഹർഷി അവനെ ശപിക്കുകയാണ്. നീ ശരീരമില്ലാത്ത ഒരു
ജന്മമായി മാറട്ടെ. അങ്ങനെയാണ് ശകടാസുരൻ ഈ അതിശക്തമായ ശരീരമെല്ലാം കഴിഞ്ഞ് ശരീരമില്ലാത്ത ഒരു രാക്ഷസ ഒരു ആത്മാവിന്റെ രൂപത്തിൽ ജന്മം കൊണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു ശാപം കിട്ടിയ മുറയ്ക്ക് ശകടാസുരൻ എന്ത് ചെയ്തു? ലോമസ മഹർഷിയോട് അപേക്ഷിക്കുകയാണ്, എൻ്റെ തെറ്റുകളെല്ലാം പുറത്തുകൊണ്ട് എന്നെ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കണം. അപ്പൊ അങ്ങനെ മനസ്സലിഞ്ഞ ലോമസ മഹർഷി എന്ത് ചെയ്തു? അടുത്ത ജന്മത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ നിന്നെ എപ്പോ വധിക്കുന്നുവോ അദ്ദേഹത്തിന്റെ തൃപ്പാദം കൊണ്ട് ആ സമയത്ത് നിനക്ക് ശാപമോക്ഷം ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഈ ജന്മത്തിൽ കംസന്റെ സുഹൃത്തായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ വധിക്കാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ ശകടാസുരന് മോക്ഷം ലഭിക്കുകയാണ്. അപ്പോൾ ഈ കഥ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്താൽ ഇങ്ങനെയുള്ള വീഡിയോകളുടെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് ഹിന്ദു പുരാണവുമായിട്ടോ എന്തെങ്കിലും കഥകൾ കേൾക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം. നന്ദി, നമസ്കാരം.